ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ. വിഷുവൊക്കെ എല്ലാവരും സുഖമായിട്ട് ആഘോഷിച്ചില്ലേ? ഞാൻ എൻ്റെ UK യാത്രയിലെ കുറച്ച് വീഡിയോസാണ് നിങ്ങൾക്ക് മുമ്പിൽ ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. ഇത് യാത്രയുടെ വിശേഷങ്ങളാണ് കേട്ടോ. ബാക്കിയുള്ള കാഴ്ചകൾ ഇങ്ങനെ വഴിയേ വരും. പിന്നെ ഈ വീഡിയോ മുഴുവൻ കാണണേ. ഗേറ്റ്വിക്ക് എയർപോർട്ടിൽ ഞങ്ങൾ നേരിട്ടൊരു പ്രശ്നമുണ്ട്, അത് കാണാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ എല്ലാവരും ഒരു ലൈക്കൊക്കെ ഇട്ട് ഈ വീഡിയോ മുഴുവൻ കാണുമെന്ന വിശ്വാസത്തോടു കൂടി ഞാൻ യാത്ര തുടരുകയാണ് കേട്ടോ. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കാത്തിരുന്ന വിമാനം എന്താ പൊങ്ങി തുടങ്ങി. ഖത്തറിൻ്റെ മനോഹാരിത കാണാം കേട്ടോ. വിമാനത്തിൻ്റെ വിൻഡോ ഗ്ലാസ്സിലൂടെയുള്ള കാഴ്ചകളാണത്. കാണാൻ നല്ല ഇതിൻ്റെ ഭംഗിയുണ്ടോ? ആകാശക്കാഴ്ചകളാണ് ഖത്തറിൻ്റെ. ലോകത്തിലെ ഏറ്റവും നല്ല എയർപോർട്ട് എന്ന ഖ്യാതി ഖത്തർ എയർപോർട്ടിനുണ്ട് കേട്ടോ. അവാർഡ് കിട്ടിയിട്ടുണ്ട് ഖത്തർ എയർപോർട്ടിന്. പിന്നെ മിഡിൽ ഈസ്റ്റിലത്തെ ഏറ്റവും നല്ല എയർപോർട്ട് എന്നുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഈ വർഷം ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച എന്തോ ഒരു അവാർഡ് കിട്ടിയതായിട്ട് ഞാൻ വായിച്ചു. അപ്പോൾ ഖത്തറിൻ്റെ ഭംഗി ആകാശത്ത് നിന്ന് കാണുന്നത്. കണക്ഷൻ ഫ്ലൈറ്റിന് വേണ്ടി ഓടിയത് കൊണ്ട് എയർപോർട്ടിൻ്റെ ഭംഗി കാണിച്ചു തരാൻ പറ്റിയില്ല. ഇവിടെ നിന്നും 7 മണിക്കൂറോളം യാത്രയുണ്ട്, 7-7.5 മണിക്കൂറോളം യാത്രയുണ്ട് ഊട്ടിയിലേക്ക്. അപ്പോൾ വിമാനം ഞങ്ങളെ കൊണ്ട് പോയി. അപ്പോൾ ഇനി എന്തൊക്കെ കാഴ്ച കാണിച്ചു തരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാണാവുന്ന കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. 7 മണിക്കൂറത്തെ യാത്ര ഒരു 15 മിനിറ്റിനുള്ളിൽ കാണിച്ചു തരാം. ഫ്ലൈറ്റിൽ വെച്ചിട്ട് അധികം കാഴ്ചകളൊന്നും കാണിച്ചു തരാറില്ല. പൊങ്ങിക്കൊണ്ടിരിക്കുന്നു. കാഴ്ചകൾ ഓരോന്നും കണ്ണിൽ നിന്നും മറന്നുകൊണ്ടിരിക്കുന്നു. സത്യം പറഞ്ഞ അങ്ങനെ ആകാശത്തിൻ്റെ അനന്തതയിലെത്തുമ്പോൾ നമുക്ക് അപാര സുന്ദരത്തിൽ ആകാശം കവി ഭാവനയുടെ അർത്ഥം മനസ്സിലാവുക. പിന്നെ അതുപോലെ പാലാഴി ഞാനെപ്പോഴും യാത്ര നടത്തുമ്പോൾ ആലോചിക്കും. നമ്മളിപ്പോൾ ഫ്ലൈറ്റിൻ്റെ കിച്ചൻ്റെ ഒക്കെയാണ്. ഇങ്ങനെയാണ് നമുക്കുള്ള യാത്രക്കാർക്കുള്ള ഭക്ഷണമൊക്കെ എത്തിക്കുന്നത്. എല്ലാവരും ധൃതി പിടിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ ഒന്നും ചെയ്യുന്നത് എടുക്കരുത് എന്നുള്ളത് എന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഞാൻ അവരുടെ മുഖമൊന്നും കാണിക്കുന്നില്ല. എങ്കിലും അവർ ഇവിടെ വീഡിയോ ചെയ്യാൻ പെർമിഷൻ തന്നു. അതുകൊണ്ടാണ് ഈ കാഴ്ചകൾ നിർത്തിക്കാൻ കഴിഞ്ഞത്. അതാണ് ഖത്തർ എയർവേസിൻ്റെ ചിന്തയായിരുന്നു. സർവീയാണ് ഈ ഫ്ലൈറ്റിലാണ്. സീറ്റും കാലിയായിട്ട് വരെയുള്ള ഞാൻ ഓൺലൈൻ എത്താനായി തുടങ്ങിയിട്ടുണ്ട്. 14 മിനിറ്റ്. ചില സ്ഥലങ്ങളൊക്കെ കാണണ്ടേ, ചില സ്ഥലങ്ങളൊന്നും അറിയില്ല. മേഘത്തിൻ്റെ കൂട്ടങ്ങൾക്കിടയിൽ കൂടെ താഴത്തുള്ള ചില ദൃശ്യങ്ങളൊക്കെ കാണുന്നുണ്ട്. വെള്ളി മേഘങ്ങൾക്കിടയിലുണ്ട് UK. ഏത് സമയം പ്രദേശമായിരിക്കും, ഏത് സ്ഥലം എനിക്കറിയില്ല കേട്ടോ. എന്തായാലും യൂറോപ്യൻ ഉണ്ടായിട്ടില്ല, യൂറോപ്യൻ കോണ്ടിനെൻ്റ് ആയിരിക്കും.
ജലാശയങ്ങളൊക്കെ ശരിക്കും കണ്ടു തുടങ്ങിയിട്ടുണ്ട്. നീല കളറിൽ കൂട്ടങ്ങളും എല്ലാം കാണുന്നുണ്ട്. നല്ല പോലെ താഴ്ന്നു തുടങ്ങി, വളരെ ക്ലിയറായി കാണുന്നുണ്ട്. റോഡുകളും തോടുകളും എല്ലാം കണ്ടിട്ടോ, നല്ല രീതിയിൽ കണ്ട് അങ്ങോട്ട് എത്തി തുടങ്ങിയിരിക്കുന്നു.
ഏത് മറ്റുള്ള ഫ്ലൈറ്റൊക്കെ കണ്ടു തുടങ്ങി, ടിക്കറ്റ് തുടങ്ങി. ഞങ്ങൾ കൂടെ ഓടി തുടങ്ങി. വന്നെത്തുന്ന സഞ്ചാരികളുടെ കണക്ക് നോക്കുകയാണെങ്കിൽ UK രണ്ടാമത്തതും യൂറോപ്പിലെ 8ാമത്തതുമായ എയർപോർട്ടാണ് ഗാറ്റ്വിക്. 1920 മുതൽ ഇവിടെ ഒരു എയർപോർട്ടാണ് ഉണ്ടായിരുന്നെങ്കിലും 1986 മുതലാണ് എയർപോർട്ട് ഇതുപോലെ കമേഴ്ഷ്യൽ എയർപോർട്ടായി മാറിയത്. If the aircraft has completely stopped at the seatbelt sign, we switched off. Please take care when opening overhead closed compartments and ensure that you have all your personal belongings and travel documents with you and to disembark the aircraft. അങ്ങനെ ഗാറ്റ്വിക് വിമാനത്താവളത്തിൽ ഇറങ്ങുകയാണ്. Designated smoking area. Any passengers with onboard connections from London Gatwick must ഗാറ്റ്വിക് എയർപോർട്ടിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. check-in for their onward flight. Thank you for choosing to fly with Qatar Airways and OneWorld Alliance. It has been our pleasure taking care of you today. Qatar Airways flying places together. Ladies and gentlemen, in order to ensure a smooth departure process, we ask that you remain seated until the row ahead of you has vacated. Thank you. എയർപോർട്ടിൽ നിൽക്കാതെ വേഗം പുറത്ത് കിടക്കാനുള്ള കാര്യങ്ങളൊക്കെ പേപ്പേഴ്സൊക്കെ റെഡിയാക്കിയതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ നിൽക്കേണ്ടി വന്നില്ല. പക്ഷേ ലഗേജ് എടുക്കുന്ന സ്ഥലത്ത് ചെന്നപ്പോഴാണ് പ്രശ്നം ഉണ്ടായത്. ഇതുവരെ ഒരു എയർപോർട്ടിലും ഫേസ് ചെയ്യാത്ത പ്രശ്നം. മക്കളും ഇതിനെപ്പറ്റിയൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവിടെ ട്രോളി അൺലോക്ക് ചെയ്യണമെങ്കിൽ £1 ഇടണം, കോയിൻ ഇടണം. അതെവിടെ നിന്ന് കിട്ടാനാണ്? അപ്പോൾ ഞങ്ങൾ നിൽക്കുമ്പോൾ ഉണ്ട് ഒരു ഓസ്ട്രേലിയക്കാരനും ഇതേ കാര്യം ഫേസ് ചെയ്ത് നിൽക്കണു. എന്നിട്ട് അയാൾക്ക് ആരോ കൊടുത്തു എന്നും പറഞ്ഞിട്ട് അയാൾ ആരോ സംഘടിപ്പിച്ച് ഒരു കോയിൻ ഒരാൾ തന്നു. അറിയപ്പെടാത്തൊരു വ്യക്തി ഞങ്ങളങ്ങനെ സഹായിച്ചു. പുറത്തിറങ്ങി മക്കളെ കാത്ത് നിൽക്കുകയാണ്. നല്ല തണുപ്പുണ്ട്. ഞങ്ങൾ പറഞ്ഞ കാര്യം മോളെ അറിയിച്ചിട്ടില്ല. അതുകൊണ്ട് അവൾ വളരെ എക്സൈറ്റഡ് ആയിട്ട് ഇതാ ഓടി വരുന്നു. ഇനിയുള്ള UK വിശേഷങ്ങൾ അറിയാൻ നിങ്ങളും എന്നോടൊപ്പം ഉണ്ടാകുമെന്ന വിശ്വാസത്തോടുകൂടി സസ്നേഹം ഇവിടെ പറയുന്നു. നിങ്ങളുടെ അമ്മു PM.